നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം സിറ്റിയുടെ ഒത്ത നടുക്കായി ലിസി ഹോസ്പിറ്റലിനോട് ചേർന്ന് 1 ഏക്കറോളം വരുന്ന പ്ലോട്ടിൽ ഡോക്ടർ രാജേഷ് റോസ്മേരി ദമ്പതികൾക്ക് വേണ്ടി നമ്മൾ റിനോവേറ്റ് ചെയ്ത 4000 സ്ക്വയർ ഫീറ്റ് പ്രൊജക്റ്റിലാണ്. ഈ പ്രൊജക്റ്റിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളോടൊപ്പം ഈ പ്രൊജക്റ്റിന്റെ പ്രൊജക്ട് എഞ്ചിനീയർ കൂടെയുണ്ട്. ആളെ കൂടി ക്ഷണിക്കാം. അൻവർ. ഹായ് അൻവർ. ഗുഡ് ഈവനിങ്. അൻവർ, സാധാരണ നമ്മളൊരു റിനോവേഷൻ പ്രൊജക്റ്റിലേക്ക് പോകുമ്പോൾ എന്ന ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഇത് 1967 പണിയെടുപ്പിച്ച വീടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും പഴക്കമുള്ളൊരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുക എന്ന് പറയുന്നത് അത് റിനോവേറ്റ് ചെയ്യാൻ സാധിക്കാറില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് പോകാറ്. പക്ഷെ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഇനീഷ്യൽ ഒരു വിസിറ്റിന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പെട്ടെന്ന് നമുക്ക് പറ്റുമെന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് എത്താൻ പറ്റി. കാരണം അത്രയും നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയൊരു വീടായിരുന്നു. നന്നായിട്ട് നല്ലൊരു കൺസ്ട്രക്ഷൻ നടത്തിയൊരു സ്ട്രക്ചറൊക്കെ നന്നായിട്ട് ചെയ്തൊരു വീട് തന്നെയായിരുന്നു. 1967 ഒരു ബംഗളൂർന്ന് ഇതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ? തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല വലിപ്പമുള്ള, പ്രത്യേകിച്ച് വാൾ തിക്നെസ് ഒക്കെ നല്ല തിക്നെസ്, 36 സെന്റിമീറ്റേഴ്സോളം നല്ല തിക്നെസ്സോട് കൂടിയിട്ട് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ ആ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അത്രയും നല്ലൊരു ഹെവി ആയിട്ട് തന്നെയാണ് ചെയ്തതാണ്. ഇവിടെ റെസിഡൻസിന്റെ ഓണർക്ക് ശരിക്കും ഫീൽ ഈ വീട് റിനോവേറ്റ് ചെയ്ത് തന്നെ എടുത്താൽ മതി എന്നുള്ളതാണ്. കാരണം അവർക്ക് പുതിയ വീട് പണിയണ്ട, ഈ വീട് റിനോവേറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു അവർക്ക്. പലപ്പോഴായിട്ട് പറയാറ് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്. കാരണം ഫാദർ പണിത വീട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, 1967 എന്ന് പറയുമ്പോൾ അറിയാലോ, ആ ഒരു അറ്റാച്ച്മെന്റ് എപ്പോഴും ഉണ്ടായിരുന്നത്. കളിച്ചു വളർന്നൊരു വീട്, കളിച്ചു വളർന്നൊരു മുറ്റം, അതങ്ങനെ തന്നെ ആ ലാൻഡ്സ്കേപ്പോടുകൂടി തന്നെ നിലനിർത്തുക, ആ ഒരു ഏരിയ അങ്ങനെ തന്നെ നിർത്തുക എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തന്നെ ഈ വീടിന് ഉണ്ട്. അതുപോലെ തന്നെ അൻവർ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ഈ നമ്മൾ ശരി പറഞ്ഞ ഡിസൈനിങ്ങിൻ്റെ സമയത്ത് ഈ മരങ്ങൾ ഇവിടെ ഫ്രണ്ടിലെ മരങ്ങൾ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്യണം എന്ന് തന്നെയായിരുന്നു നമ്മുടെ ഒരു കൺസെപ്റ്റ്. നമുക്കത് ആ മരങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്താനും ചെറിയ 1-2 മരങ്ങൾ ഒഴിച്ചിട്ട് ബാക്കി നിലനിർത്തി തന്നെ നമുക്ക് ഇവിടെ ഡിസൈൻ ചെയ്യാനും ഈ ഒരു ഫ്രണ്ട് എലിവേഷനെ മോഡിഫൈ ചെയ്ത് ഒരു കണ്ടംപററി സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതെ, നമ്മൾ ഇപ്പോൾ മരങ്ങളുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സ്റ്റീരിയർ ഇത്രയും വലിയ ലോൺ നമ്മൾ എടുത്തപ്പോൾ തന്നെ അതിനകത്ത് വളരെ ചുരുക്കം മരങ്ങൾ മാത്രമാണ് നമുക്ക് പറ്റി മാറ്റേണ്ടി വന്നത്. എസ്പെഷ്യലി ഈ 2 മാവ് ഹൈലൈറ്റ് ആയിട്ട് തന്നെ വീടിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് തന്നെ നിൽക്കണം. തീർച്ചയായിട്ടും നമുക്കൊന്ന് കൂടുതൽ വിശേഷങ്ങൾക്ക് വേണ്ടി നമുക്ക് അകത്തേക്ക് പോകാം. അൻവർ, അതുപോലെ നമ്മുടെ ഈ ഒരു വീടിൻ്റെ വിശാലത എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബംഗ്ല എന്ന് പറഞ്ഞല്ലോ, ശരിക്കും റൂമുകളുടെ സ്പേസൊക്കെ നമുക്ക് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. ആക്ച്വലി അത് അങ്ങനെ തന്നെയായിരുന്നു. ശരിക്കും ഈ വീട് എന്ന് പറയുമ്പോഴത്തേക്ക്, ഈ പ്രൊജക്ട് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി വിശാലത എന്ന് പറഞ്ഞാൽ ഒപ്പം തന്നെ കൂട്ടി വെക്കാൻ പറ്റുന്ന ഒരു വാക്കാണ്. ഇവിടെ എല്ലാ സ്പേസിലും അത്യാവശ്യം വിശാലമായിട്ട് തന്നെയായിരുന്നു. ഇനീഷ്യലി പണ്ടും റൂമുകൾ ഉണ്ടായിരുന്നത്, പണ്ടും ഈ ലിവിംഗ് ഉണ്ടായിരുന്നു. ഈ ലിവിംഗ് ഒക്കെ അതേപോലെ തന്നെ ഈ സൈസ് തന്നെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ഇത്ര സ്പേസ് ഉള്ള ലിവിംഗ് കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളാണ് ശരിക്കും റൂമിലൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓർഗനൈസേഷനും സ്പേസ് മാനേജ്മെന്റ് നമ്മൾ കൊണ്ടുവന്നു. അതായത് പൊസിഷനിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട സോഫ സെറ്റ്, അതുപോലെ തന്നെ സ്പേസിങ് അറേഞ്ച്മെന്റ്സ് എല്ലാം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ഇന്നത്തെ കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള മോഡേണൈസേഷൻ. പിന്നെ ഈ വിശാലമാണ് നമ്മൾ പ്രൊജക്ട് എന്ന് പറയുമ്പോഴും ആ സ്പേസ് അതേപോലെ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് തന്നെ നമുക്ക് ആ സ്പേസിങ്സും അതിന്റെ ഫർണിച്ചർ അറേഞ്ച്മെന്റ്സും ഒക്കെ വേണം, പ്ലാനിങ്ങിൽ തന്നെ വേണം. ശരിക്കും ലിവിംഗ് റൂമിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ലിവിംഗ് റൂമിൽ ഇരുന്നിട്ട് തന്നെയാണ് നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ ഒരു ഇനീഷ്യൽ ഡിസ്കഷൻസ് വരുന്നത്. ഈ പ്രൊജക്റ്റ് നമ്മൾ എടുക്കണോ വേണ്ടേ എന്നുള്ളത്, അല്ലെങ്കിൽ വർക്ക് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലിവിംഗ് സ്പേസിൽ ഈ സോഫ സെറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ്. ശരിക്കും എക്സിസ്റ്റിംഗ് സോഫ സെറ്റ് ആണിത്. നമ്മൾ ഡിസൈനിങ്ങിലും അൻവറിന് ഓർമ്മയുണ്ടായിരിക്കും ഡിസൈനിങ്ങിൻ്റെ കേസിൽ. അത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറെ ഫർണിച്ചേഴ്സ് എക്സിസ്റ്റിംഗ് നമ്മൾ നിലനിർത്തണം റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. സോഫ സെറ്റ്, ക്രോക്കറി ഷെൽഫ്, അങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പോ നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, ഈ സോഫ സെറ്റ് ഇതിന്റെ ഇമേജ് എടുത്ത് അതിനനുസരിച്ച് തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്താണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ എടുത്ത് വെച്ച് കൊണ്ടുവന്ന ഒരു ഫീൽ വരും. ഇപ്പൊ സോഫ സെറ്റ് നോക്കുമ്പോഴത്തേക്കും ഈ സോഫ സെറ്റ് ശരിക്കും ഈ കളർ കോമ്പിനേഷൻ മാച്ച് ആയിട്ട് ഇതിൽ തന്നെ വന്നേക്കുന്നത്. ഇനീഷ്യൽ ആ ഒരു പ്ലാനിങ് സമയത്തും അതുപോലെ തന്നെ ഡിസൈനിങ്ങിന്റെ സമയത്തും നമ്മളത് ആ ഒരു കളറിനെ കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളതാണ്. ശരിക്കും ബ്ലൈൻഡ്സും ഈ ലൂവറും ഇതെല്ലാം ആ ഒരു കളറിനെ മാച്ച് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്.
അൻവർ, അതുപോലെ നമ്മളിവിടെ ശരിക്കും ഈ ഒരു ഡൈനിങ് സ്പേസിലേക്ക് അത്യാവശ്യം നന്നായിട്ട് വെട്ടം വരണം എന്നുള്ളൊരു കൺസെപ്റ്റിൽ തന്നെയാണ് നമ്മൾ സ്റ്റെയർ കയറുമ്പോൾ വിൻഡോ, വലിയ വിൻഡോ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അൻവർ ഏറ്റവും കൂടുതൽ ഈ പ്രൊജക്റ്റിലേക്ക് ചലഞ്ച് ചെയ്യപ്പെട്ടത് എന്താ കാര്യത്തിലായിരുന്നു? അത് ഇപ്പോൾ നമ്മൾ 60s പണിത ഒരു വീട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ട്രഡീഷണൽ കൺസ്ട്രക്ഷൻ ആണ്, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനീഷ്യലി ഇതിന്റെ പ്ലാസ്റ്ററിങ് നമ്മൾ കംപ്ലീറ്റ്ലി റീപ്ലാസ്റ്റർ ചെയ്തത്. അപ്പോൾ ഇത് ശരിക്കും ലൈം പ്ലാസ്റ്ററിംഗ് ആണെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലൈം പ്ലാസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞ ശേഷം മൊത്തത്തിലാണ് ഒരു കുമ്മായ പരുവം ആ ഒരു ഇതിലേക്ക് ആറുന്നുണ്ടായത്. പിന്നെ ഇത് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടില് ലീക്കേജ് ഇഷ്യൂസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഭിത്തിയിലൊക്കെ നല്ല ഇൻഫിൽട്രേഷൻ ഉണ്ടായിരുന്നു, ലീക്കേജ് ഉണ്ടായിരുന്നു. പലപ്പോഴായിട്ട് ഓരോ പീസ് ബൈ പീസ് നമ്മൾ എടുത്ത് വാട്ടർ പ്രൂഫ് ചെയ്യുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പലയിടത്തും നമ്മൾ ഇൻഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വാട്ടർ ടാങ്ക് പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പിന്നെ റൂഫിലാണെന്നുണ്ടെങ്കിൽ തന്നെ പലയിടത്തും നമ്മൾ ബിറ്റുമിനസ് ഷീറ്റൊക്കെ ഇത് ചെയ്തിട്ടാണ് മെംബ്രെയിൻ ഷീറ്റ് വാട്ടർ പ്രൂഫിംഗ് ഒക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ. അത് കൂടാതെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടുത്തെ ലൈം പ്ലാസ്റ്ററിങ് എല്ലാം തന്നെ റിമൂവ് ചെയ്തിട്ട് റീപ്ലാസ്റ്റർ ചെയ്യാണ് ഉണ്ടായത്. അതിന് മുന്നേ നമ്മൾ ഒരു അപ്ലൈ മീൻസ് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ അപ്ലൈ വാളിൽ തന്നെ നമ്മൾ ചെയ്തിരുന്നു. വെള്ളം പൊക്കത്തോട്ട് ഇതാവാതിരിക്കായിട്ട് നമ്മൾ ഈ ബ്രിക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇത് ചെയ്ത് വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. തീർച്ചയായിട്ടും. ഇവിടെ ശ്രദ്ധിച്ചറിയാൻ കഴിയും എല്ലാത്തിനും തന്നെ ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് ഒരു 240 ലെവലിൽ ഇന്ത്യൻ ലെവലിൽ കയറിയിട്ടാണ് ഇനീഷ്യൽ കൺസ്ട്രക്ഷൻ തന്നെ. ഇവിടെയൊക്കെ തന്നെ നമ്മൾ യൂഷ്വലി നമ്മൾ ഹൈറ്റ് കൂട്ടലാണ് ചെയ്യലുണ്ടാവുന്നത്. ഇവിടെ നമ്മൾ ശരിക്കും ഇന്ത്യൻ ലെവലിൽ കംപ്ലീറ്റ്ലി 240 ആണ്, ഡോസ് അടക്കം 240 ആണ്. അത് നമ്മൾ ഡോസ് ഒക്കെ കുറച്ച് ഇവിടെയൊക്കെ അത് തന്നെ നിലനിർത്തിയിട്ട് നമ്മൾ പാനലിങ് ചെയ്ത് ആർക്കിട്രൈവ് ചെയ്ത് ഇവിടെ ചെയ്യായിരുന്നു. കിച്ചണിലേക്ക് ഇങ്ങനെ ഇവിടെ എല്ലാ ഇതിനകത്തും എല്ലാ റൂംസിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കിച്ചൺ അടക്കം ഗസ്റ്റ് ലിവിംഗ് അടക്കം എല്ലാത്തിനും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് എല്ലാത്തിനും ഒരു ഡോസ് കൊടുക്കുന്ന രീതിക്കാണ്. ഇവിടെ നമ്മൾ കിച്ചണിലേക്ക് കൊടുക്കുന്നത് വെച്ചാൽ ഒരു സ്ലൈഡിംഗ് ഡോറാണ് നമ്മൾ കൊടുത്തത്. കിച്ചണിലും ശരിക്കും ഒരു 1967 എന്ന് പറയുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും സ്ലാബ് തന്നെയായിരിക്കും, കോൺക്രീറ്റ് സ്ലാബ് തന്നെയായിരിക്കും കിച്ചണിലേക്ക് പൊതുവെ ഉള്ളൊരിത്. സാധാരണ അതിന് ശേഷം കോൺക്രീറ്റ് സ്ലാബ് വെച്ചിട്ടൊക്കെയാണ് പലരും കിച്ചൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ആ ഒരു മോഡേൺ കിച്ചണിലേക്ക് വരുന്നത്. നമുക്ക് ഇവിടെ നേരിട്ടൊരു ചലഞ്ചസിനെ പറ്റി എന്തെങ്കിലും അൻവറിന്റെ ഓർമ്മയിൽ? ഇവിടെ ചലഞ്ചിനേക്കാൾ ഉപരി ഇവിടെ നമ്മൾ ശരിക്കും കിച്ചൺ കംപ്ലീറ്റ് മോഡേണൈസ് ചെയ്തു എന്നുള്ള വാക്ക് കറക്റ്റാണ്. ഇനീഷ്യലി ഇവിടെ ശരിക്കും സ്ലാബ് ആയിരുന്നു ഉണ്ടായിരുന്നത്, കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ചിമ്മിണി ഉണ്ടായിരുന്നു, ഒരു പുകയടുപ്പ് ഇല്ലാത്ത അടുപ്പ്, അത് ആ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്ലാബുകളെല്ലാം ഡിമോളിഷൻ ചെയ്തു. നമ്മൾ പിന്നെ മോഡുലാർ കിച്ചണിലുള്ള സംവിധാനം തന്നെ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബാൻഡറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കൗണ്ടർ ടോപ്പ് ആയിട്ട് കൊടുത്താണ് വാട്സ് ആണ് നമ്മൾ കൊടുത്തത്. പിന്നെ എന്താ വാടകയ്ക്കാണെന്നുണ്ടെങ്കിൽ സബ്ലൈറ്റ്സ് ആണ് കൊടുത്തത്. എല്ലാം തന്നെ കംപ്ലീറ്റ്ലി മോഡേണൈസ് ചെയ്തു പറയാം. അങ്ങനെയാണ് നമ്മളിത് കിച്ചൺ ചെയ്തേക്കുന്നത്. കിച്ചണിൽ സൗകര്യക്കുറവെന്ന് പറയുന്ന സംവിധാനം ഒരു പ്രശ്നം ഇതിനകത്ത് ഇല്ലാത്തൊരു കിച്ചണാണ്. കംപ്ലീറ്റ്ലി എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചുള്ളൊരു കിച്ചണാണ്. അൻവർ, ശരിക്കും ഈ ഒരു ഡൈനിങ്ങിൽ നിന്ന് ഈ സ്റ്റെയർ കയറി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും വിചാരിക്കും ഇത് വുഡാണെന്നാണ് വിചാരിക്കുള്ളൂ. പക്ഷേ വുഡല്ല, അത് ശരിക്കും ടൈലാണ്. ടൈല് നമ്മൾ 45 അടിച്ച് ഇത് ചെയ്തേക്കുന്നതാണ്. അത് ആ ഫിനിഷിംഗിൽ നമ്മൾ 45 അടിച്ച് ചെയ്തുകൊണ്ടിട്ടാണ് ആക്ച്വലി ആ വുഡൻ ഫീൽ നമുക്ക് കിട്ടുന്നത്. ശരിക്കും അസർബയുടെ ഒരു ടൈലാണ്, വുഡൻ ഫിനിഷ് വരുന്ന ടൈലാണ്. അതെ. നമുക്ക് ശരിക്കും ഈ ഒരു വിൻഡോ ഇവിടെ ശരിക്കും ഇത്രയും ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വിൻഡോ ഇവിടെ ഫുൾ ലെങ്ത്തിൽ വരുമ്പോൾ നേരത്തെ അൻവർ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അൻവർ ഇവിടെ ഒരു ചെറിയൊരു വിൻഡോ പിന്നെ മുകളിലൊരു ചെറിയ വിൻഡോ ആയിട്ടാണ് രണ്ട് സൈഡിലും അങ്ങനെയായിരുന്നു. ശരി, ഇപ്പം നല്ല ലെങ്ത്തിൽ ഹൈറ്റ് കൂട്ടിയിട്ട് നല്ല ലെങ്ത്തിൽ ഒരു വിൻഡോ ഇവിടെ കൊടുത്തിരിക്കാൻ 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ലൈറ്റ് കിട്ടുന്നത് ഇവിടെ നിന്നാണ്. വിൻഡോയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 വിൻഡോസ് ആണ് ശരിക്കും പറഞ്ഞാൽ അപ്പർ ലൈനിലായാലും ഡൈനിങ്ങിലേക്കാണെങ്കിലും ഒരു മെയിൻ ലൈറ്റ് സോഴ്സ് ഈ വിൻഡോ തന്നെയാണ്. ലൈറ്റ് മാത്രമല്ല നമ്മൾ ഓപ്പൺ ചെയ്യാവുന്ന രീതിക്ക് തന്നെ ടോപ്പ് പോർഷനിലേക്ക് ഫിക്സഡായിട്ട് ബോട്ടം പോർഷനിൽ നമ്മൾ കേസ്മെന്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്രോസ് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്കാണ് ചെയ്തേക്കുന്നത്. നന്നായിട്ട് നല്ല കാറ്റും വരുമല്ലോ ഇവിടെ, നല്ലൊരു കാറ്റായിരിക്കും. തീർച്ചയായിട്ടും നല്ലൊരു എലമെന്റ് ആണ്.
ശരിക്കും ഈ പ്രൊജക്റ്റിൽ 4 ബെഡ്റൂമാണുള്ളത്. ശരിക്കും ഒരു സിമ്പിൾ ഡിസൈനാണ് ശരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശരിക്കും ആക്ച്വലി ഇപ്പോൾ വാൾസ് വാൾസിലാണെങ്കിൽ തന്നെ പെയിന്റഡ് ഫിനിഷിനാണ്. ഇപ്പൊ 4 ബെഡ്റൂംസിൽ 3 ഈ ബെഡ്റൂം അടക്കം 4 ബെഡ്റൂംസിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് നിലനിർത്തിയേക്കുന്നത്. ഇപ്പോൾ വേറെ അമിതമായിട്ടുള്ള വർക്കുകളൊന്നും തന്നെ വരാത്ത രീതിക്കാണ് അത് ചെയ്തേക്കുന്നത്. ശരിക്കും ക്ലയന്റ് സ്പെസിഫിക് റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അധികം ഡിസൈനുകൾ കൊണ്ടുവരാതെ മിനിമൽ ആയിട്ടുള്ള ഡിസൈനിൽ കളർ തീമിൽ നിർത്തണം എന്നുള്ളൊരു ആ ഒരു കോംബോ ആയിരിക്കും. ആ ഒരു സിമ്പിൾ ബട്ട് എലഗന്റ് ആയിട്ടുള്ള ഒരു തീമിൽ തന്നെ നിർത്തണം. തീർച്ചയായിട്ടും അത് അതിന്റെ ഒരു ബ്രൈറ്റ്നസ് ശരിക്കും ആ റൂമിനകത്ത് ശരിക്കും കാണാനുണ്ട്. സിംപ്ലിസിറ്റി ശരിക്കും സിംപ്ലിസിറ്റിയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതാണ്. അതെ. അതുപോലെ തന്നെ ഈ ഒരു സ്പേസ്, ഇത്രയും വിശാലമായിട്ടുള്ളൊരു സ്പേസ്, ബാൽക്കണി സ്പേസ് എന്ന് പറയുന്നത് ഈ ഒരു നല്ലൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള സ്പേസും കൂടിയാണ്. വീട്ടില് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ പലപ്പോഴും യൂസ് ചെയ്ത ടേമാണ് വിശാലത. അത് തന്നെയാണ് ഈ ഒരു ഇതെന്ന് പറഞ്ഞത്. ഒരിടത്തും നമുക്കൊരു സ്പേസ് കൺസ്ട്രെയിൻ ഉണ്ടാവില്ല, എല്ലായിടത്തും വിശാലമായിട്ട് അഡക്വേറ്റ് സ്പേസ് ഉള്ള ഒരു പ്രൊജക്ട് തന്നെയാണ് അത്. തീർച്ചയായിട്ടും ഈ ബാൽക്കണി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് എപ്പോഴും. ഈ പ്രൊജക്ടിന് ഓൺ ഗോയിങ് ടൈമിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞപ്പോഴാണെങ്കിൽ പോലും ഇവിടെ നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ്. നമുക്ക് ആ ലോണിന്റെ ഭംഗിയും മരങ്ങളുടെ തണലും എല്ലാം ഇപ്പൊ നട്ടുവെച്ച സമയത്ത് പോലും ഇവിടെ ഒരു പ്രൊജക്ട് നടക്കുന്ന സമയത്ത് പോലും എനിക്ക് തോന്നുന്നു പലപ്പോഴും അൻവറോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ ടീംമേറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസിൽ വന്ന് നിന്നിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അല്ലേ ശരി? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒഴുകം ഫ്രണ്ട് ലോൺ ഒക്കെ കംപ്ലീറ്റ് കാണാൻ പറ്റും. പിന്നെ എന്താ പറയാ, മൊത്തത്തിലൊരു ഒരു വൈബ് ഫീലാണ് ഇവിടെ, ഒരു പോസിറ്റീവ് ഫീൽ തന്നെയാണ് ഇവിടെ. ശരിക്കും നമ്മുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനിയും വീണ്ടും വരാം. അടുത്ത പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരാം. നിങ്ങൾക്ക് കൂടുതൽ നമ്മുടെ മറ്റു പ്രൊജക്റ്റുകളെ പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.